കുറച്ച് ചിക്കൻ്റെ ലെഗ് മേടിച്ചപ്പോൾ എന്തെങ്കിലും ഒരു റെസിപ്പി ചെയ്യണം എന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒരു ഗ്രേവി റെസിപ്പി ചെയ്യാം എന്നുള്ളത്. ലാസ്റ്റ് ഇത് ബട്ടർ ചിക്കനായിട്ടോ ക്രീമി ചിക്കനായിട്ടോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കരുതാം കേട്ടോ. അപ്പോൾ ആദ്യം ഫ്രൈ ചെയ്തിട്ട് ചെയ്യാമെന്നുള്ളതായിരുന്നു. അപ്പം ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മസാലയ്ക്ക് വേണ്ടിയിട്ട് ഇഞ്ചി വെളുത്തുള്ളിയും പിന്നെ കുരുമുളകും ഒരു 4-5 പച്ചമുളക് പിന്നെ മഞ്ഞൾപ്പൊടി പിന്നെ ഗരം മസാല പേരിന് മാത്രം ഇത്ര ഇട്ടൊന്ന് പേസ്റ്റ് പരുവത്തിൽ അരച്ചിട്ട് ഇതൊന്ന് ചിക്കനിലോട് ചേർക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് നാരങ്ങനീരും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ. എന്നിട്ട് അരമണിക്കൂർ കഴിഞ്ഞ് നല്ല ചൂടെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. നല്ല ഡീപ്പ് ഫ്രൈ ആവേണ്ട കാര്യമൊന്നുമില്ല, ജസ്റ്റ് ഹാഫ് കുക്കായി കിട്ടിയാൽ മാത്രം മതി കേട്ടോ. ഫ്രൈ ചെയ്ത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ മെയിൻ എല്ലാത്തിനകത്തും ഫ്രൈ ചെയ്ത് ചേർക്കുന്നത് ചിക്കന്. എന്നിട്ട് അതൊന്ന് മാറ്റിയതിന് ശേഷം നമുക്ക് പാനിൽ കുറച്ച് ബട്ടർ ചേർക്കുന്നുണ്ട് കേട്ടോ. അതിനകത്തേക്ക് ഒരു 1/4 ടേബിൾ സ്പൂണോളം പെരിഞ്ചീരകവും പിന്നെ ഗാർലിക്ക് ഒരു വലിയ 2 എണ്ണം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മൂത്ത് വരുമ്പോൾ കുറച്ച് പച്ചമുളകും കൂടി ചേർത്ത് പിന്നെ 2 വലിയ സവാള കുഞ്ഞായിട്ട് അരിഞ്ഞതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് വഴണ്ട് സെറ്റായി വരുമ്പോഴത്തേക്ക് പേരിന് മാത്രം മസാലയ്ക്ക് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1 ടേബിൾ സ്പൂണോളം മുളക് പൊടി, അത് നല്ല കളറുള്ളതായുണ്ടാവും കേട്ടോ. എരിവ് കുറവാണ് ഇതിന്. അപ്പോൾ അതും കൂടി ഒന്ന് ചേർത്ത് മൂത്തതിന് ശേഷം ഒരു വലിയ തക്കാളി കുഞ്ഞായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രം പെരിഞ്ചീരകം അല്ല ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതെല്ലാം ഒന്ന് വഴണ്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് പേസ്റ്റ് പരുവത്തിൽ മിക്സിയിലൊന്ന് അരച്ചെടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് ഒരു ഗ്രേവി പരുവത്തിന് നമുക്കൊന്ന് ആക്കിയെടുക്കാം കേട്ടോ. ഒന്ന് തിള വരുമ്പോഴത്തേക്കും നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കനും കൂടി അതിനകത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. അതെല്ലാം ഒന്ന് സെറ്റായി വരുമ്പോഴത്തേക്കും ഒന്ന് മസാലയൊക്കെ ഒന്ന് പിടിച്ച് വരുമ്പോഴത്തേക്കും ലാസ്റ്റ് ഇറക്കാൻ നേരം നല്ല നല്ല ക്രീമി ആയിട്ട് അരച്ചെടുത്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നല്ല തിക്ക് കൺസിസ്റ്റൻസി ആട്ടോ. ലാസ്റ്റ് ബട്ടറിനകത്ത് കുഞ്ഞുള്ളിയും അണ്ടിപ്പരിപ്പും കൂടെ ഒന്ന് വറുത്ത് ചേർത്തിടുന്നുണ്ട് കേട്ടോ. പിന്നെ ചപ്പാത്തി പൊറോട്ട അപ്പമൊക്കെ ആണെങ്കിൽ ബെസ്റ്റ് കോമ്പിനേഷൻ ആയിരിക്കും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. വീഡിയോ ഇത്രയേ ഉള്ളൂ.